അക്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നെക്സസ് കമ്പനിയുടെ ഡ്രിങ്കിറ്റ് എന്ന പ്യൂരിഫയർ ആണ്. 16 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. കസ്റ്റമറിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം മെഷീൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അൺബോക്സ് ചെയ്തതിന് ശേഷം തെർമോക്കോളിൻ്റെ ഇതിൽ ഒരു ടാഗ് ഉണ്ടായിരുന്നു. ആ ടാഗും കൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ നോക്കി മെഷീൻ്റെ പാക്കിംഗ് എത്രത്തോളം കംഫർട്ടബിളായിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് മെഷീൻ വന്നിട്ടുള്ളത്. ആ കവറെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ബാർകോഡ് ചെക്ക് ചെയ്യുകയാണ്. പ്രൊഡക്റ്റ് ഒരു ഡാമേജും ഇല്ലാന്ന് കൺഫേം വരുത്തിയതിന് ശേഷം മാത്രം സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യുക. സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടാങ്ക്. ഇത് സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മെംബ്രെയിൻ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൽ വന്നിട്ടുള്ളത് ഇൻസുലേഷൻ കിറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മെംബ്രെയിൻ, അതുപോലെ സ്പൺ ഫിൽട്ടർ, പ്രീ ഫിൽട്ടർ, അത് അയക്കാനുള്ള സ്പാനർ. അത് കസ്റ്റമേഴ്സിന് ചിലപ്പോൾ കൈ ബലമില്ലാതിരിക്കാം. അപ്പോൾ അവർക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പാനർ കൊടുക്കുന്നത്. വാറൻറ്റി കാർഡ്. അങ്ങനെ മെംബ്രെയിൻ എല്ലാം ഘടിപ്പിച്ചു. ഫ്ലോട്ട് സെൻസറെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ടാങ്കിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാം മെഷീൻ്റെ ടാപ്പ് അഴിച്ചു മാറ്റാൻ പോവുകയാണ് ഇപ്പോൾ. അങ്ങനെ ടാപ്പ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡൈവേർട്ടർ വാൾവ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഡൈവേർട്ടർ വാൾവ് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത്യാവശ്യം ടഫ്ലോൺ ടേപ്പ് മാത്രം ചുറ്റി ലീക്കേജ് ഇല്ലയെന്ന്, സീറോ ലീക്കേജ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ കബോർഡിലും അതേപോലെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും വെള്ളം നമ്മളറിയാതെ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. പറയാൻ കാരണം ടൈൽസ് ഉള്ളവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ടൈൽസിൻ്റെ ഗ്യാപ്പിൽ കൂടെ വെള്ളം ലീക്കേജ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു ആവറേജ് ടഫ്ലോൺ കൊടുത്തതിന് ശേഷം ഒരു ആവറേജ് ടൈറ്റ് വെച്ച് കൊടുക്കുക. ഓവർ തിരിക്കരുത്. ഓവർ തിരിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇപ്പോൾ വരുന്ന വാൾവെല്ലാം, ഡൈവേർട്ടർ വാൾവെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ് കമ്പനി ഇറക്കുന്നത്. ഈ ടാപ്പ് അഴിക്കാൻ നമ്മുടെ കയ്യിൽ എല്ലെങ്കിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് സെറ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്തത്. അതേപോലെ തന്നെ റിമൂവ് ചെയ്തെടുത്ത പോലെ തന്നെ നമ്മൾ തിരിച്ചും അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ആവറേജ് ടൈറ്റ് മാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം തുണി കൊണ്ട് തുടച്ചു നോക്കുക, ലീക്കില്ലെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ മെഷീൻ വയ്ക്കുന്നവിടെ നമുക്ക് പ്ലഗ് പോയിൻ്റ് ഇല്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ എക്സ്റ്റൻഷൻ ബോക്സ് വാങ്ങി അത് ഫിറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ TDS അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. വെള്ളത്തിൻ്റെ കൺട്രോൾ, അതായത് TDS എത്ര വേണമെന്ന് കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമ്മൾ TDS അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. കസ്റ്റമറിൻ്റെ ഇൻപുട്ട് വാട്ടർ 600 ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു 64 സെറ്റ് ചെയ്ത് കൊടുത്തത്. 64 to 80 നല്ല പ്യൂർ വാട്ടർ ക്വാളിറ്റി കൂടുതലുള്ള വാട്ടറാണ്. മിനറൽസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന വാട്ടറാണ്. കുറച്ച് സമയമെടുക്കും. കാരണം എന്താ വെച്ചാൽ പുതിയ ഫിൽറ്ററാണ്. എല്ലാ ഫിൽറ്ററിലോട്ടും കൂടെ വെള്ളം കയറി ഇറങ്ങി അതിന് ശേഷം മാത്രമേ നമ്മുടെ പ്യൂർ വാട്ടർ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ വരത്തുള്ളൂ. റിജക്റ്റ് വാട്ടർ ഓൾറെഡി പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്യൂർ വാട്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പ്യൂർ വാട്ടറിൻ്റെ ടാങ്കിലോട്ട് കൊടുക്കുന്ന ട്യൂബാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുറത്തോട്ട് ഇട്ടിരിക്കുന്നത്. വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് TDS. അപ്പോഴാണ് 64 കണ്ടത്. 64 സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റിജക്റ്റ് വാട്ടർ പോകാൻ വേണ്ടി ബാക്കിലൂടെ ഒരു ഹോൾ അടിച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്.
വയറെല്ലാം ഒതുക്കി മെഷീൻ അങ്ങനെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.